നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പ്രൊഫഷനും പാഷനും ഒന്നിച്ചു കൊണ്ടുപോവുക എല്ലാവർക്കും സാധ്യമല്ല. വെറ്ററിനറി ഡോക്ടറായ അഖിലിന് അത് സാധ്യമാണ്. അത് കാണണമെങ്കിൽ കൊല്ലത്ത് ശാസ്താംകോട്ടയിലെ പത്മതീർത്ഥം എന്ന വീട്ടിലെത്തണം. പാമ്പുകളും പറവകളും നായ്ക്കളുമൊക്കെ നിറഞ്ഞു വിലസുന്ന ഒരിടം. പത്മതീർത്ഥത്തിലെ അരുമപ്രപഞ്ചത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഹരിതം സുന്ദരത്തിൽ. കൊല്ലത്തെ ശാസ്താംകോട്ടയിൽ നിന്നും ഡോക്ടർ അഖിലിൻ്റെ അരുമപ്രപഞ്ചവുമായി കാണാം ഹരിതം സുന്ദരം. ശാസ്താംകോട്ടയിലെ ആദിക്കാട് കുടുംബം പ്രശസ്തമാണ്. പൂന്തോട്ടവും പറവകളുമൊക്കെ അവിടെ അന്യമല്ല. ആ കുടുംബത്തിൽ നിന്നാണ് ഒരു ചെറുപ്പക്കാരൻ വെറ്ററിനറി ഡോക്ടറായി മാറുന്നത്. ഡോക്ടർ അഖിൽ ബാംഗ്ലൂരിലെ ഹെബ്ബാൽ വെറ്ററിനറി കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി പുറത്തു വന്നപ്പോഴേക്കും ഡോക്ടർ അഖിൽ യഥാർത്ഥ അരുമപ്രേമിയായി മാറിക്കഴിഞ്ഞു. കുഞ്ഞിലേ ഉണ്ടായിരുന്ന കമ്പം പിന്നീട് പതുക്കെ അരുമകളുടെ ചക്രവാളത്തിലേക്ക് വികസിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ശാസ്താംകോട്ടയിലെ പത്മതീർത്ഥത്തിൽ അഖിലും ഭാര്യ അഞ്ജനയുമുണ്ട്. ഡെന്റൽ ഡോക്ടർ കൂടിയായ ഭാര്യയുടെ സഹായവും അഖിലിന്റെ അരുമപ്രപഞ്ചത്തിനുണ്ട്. പത്മതീർത്ഥത്തിലെ അതിഥികളെ ഒന്നൊന്നായി പരിചയപ്പെട്ടു. മക്കാത്തത്തകളാണ് ഇവിടെ താരങ്ങൾ. ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കായെ അഖിൽ തന്നെ കൊണ്ടുവന്നു. ടൈംഡ് അഥവാ പരിചിതമായ ഭാവത്തോടെ അവർ നിന്നു. നീലയും മഞ്ഞയുമാണ് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കായുടെ വർണ്ണങ്ങൾ. ഓസ്ട്രേലിയക്കാരാണ് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്ക. 7 വയസ്സ് പ്രായമുള്ള പൂവൻ തത്തയ്ക്ക് ആരാധകർ ഏറെയുണ്ട്. കണ്ണുകൾ തന്നെ ശുഭ്രശോഭയുള്ള ഒരിടത്താണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. കറുത്ത കൃഷ്ണമണിയെ വലയം ചെയ്യുന്ന വെളുത്ത റിങ്ങുകളാണ് മക്കാത്തത്തകളുടെ പ്രത്യേകത. പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളുമൊക്കെയാണ് മക്കായുടെ തീറ്റ. പേടിപ്പിച്ചാൽ വിറച്ച് തൂവൽ എഴുന്നേൽപ്പിക്കുന്നവരാണ് അവർ. പെല്ലറ്റുകൾ പ്രധാന ആഹാരമാകും. മഴക്കാലത്ത് പ്രധാനമായും പെല്ലറ്റുകളാണ് ആശ്രയം. ചൂടുകാലത്താണ് തത്തകൾക്ക് പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ നൽകേണ്ടത്. കയ്യിൽ ഒതുങ്ങിയിരുന്ന് ചേഷ്ടകൾ കാണിക്കുമ്പോഴും അഖിലിനോട് അവർക്ക് പരിഭവമില്ല. കഴുത്തിലെ കറുപ്പിനു ചുറ്റും തലയാകെ കറക്കി അവർ നൃത്തം വയ്ക്കുന്നുണ്ട്. അരിവാൾ കൊക്കുകൾക്ക് കട്ടിയുണ്ടെങ്കിലും അഖിലിനോട് അവർക്ക് സ്നേഹമേ ഉള്ളൂ. ടൈംഡ് അഥവാ പരിചിതമായ മറ്റൊരു തത്ത വന്നു. സൾഫർ ക്രസ്റ്റഡ് കൊക്കറ്റു. കളിപ്പാട്ട കൈവണ്ടി വലിക്കുവാനും പാട്ടുപാടുവാനുമൊക്കെ സർക്കസുകാർ ഉപയോഗിക്കുന്ന തത്തയാണ് കൊക്കറ്റു തത്തകൾ. ഇക്രു എന്ന ഓമനപ്പേര് പത്മതീർത്ഥത്തിൽ ഇവർക്കുണ്ട്. അഖിലിനോടിണങ്ങിയ പെൺതത്തയ്ക്ക് 7 വയസ്സ് പ്രായമുണ്ട്. തലയിലെ ഗന്ധകത്തൂവലുകളാണ് ഇവരെ പ്രശസ്തരാക്കിയത്. പേടിക്കുമ്പോഴും ദേഷ്യം വരുമ്പോഴുമൊക്കെ ഗന്ധകത്തൂവലുകൾ ഉയർത്തി അവരങ്ങനെ നിൽക്കും. പൂർണ്ണ ശുഭ്രശോഭയുള്ള മേനിയിൽ കറുത്ത പളുങ്കുപോലെ കണ്ണുകൾ കിടക്കും. കണ്ണുകൾക്ക് ചുറ്റും ആകാശ നീലിമ വലയം ചെയ്യുന്നുണ്ട്. അകമ്പാലിലെ മഞ്ഞയും തലയിലെ മഞ്ഞത്തൊപ്പിയുമൊക്കെ അവർക്ക് പ്രത്യേക അഴക് നൽകും. ഇക്രു ശാന്തനും സുന്ദരനുമാണ് എന്ന കാര്യത്തിൽ അഖിലിന് രണ്ടഭിപ്രായമില്ല. ഇക്രുവിന്റെ പ്രജനനത്തിൽ അഖിൽ വിജയിച്ചിട്ടുണ്ട്. വർഷത്തിൽ 5 മുട്ടകൾ വരെ അവർ തരുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഹാൻഡ് ഫീഡ് ഫോർമുലയാണ് നൽകുക. പത്മതീർത്ഥത്തിലെ യഥാർത്ഥ വില്ലന്മാർ വന്നു. ഫ്രഞ്ച് ബുൾഡോഗ്. പേരിൽ തന്നെയുണ്ട് ഒരു ഫ്രാൻസ് ഗരിമ. ബ്രാക്യോസെഫാലിക് ബ്രീഡുകളാണ് ബുൾഡോഗ്, അതായത് മൂക്കും മുഖവും പതിഞ്ഞവ. വവ്വാൽ ചെവികളാണ് ഫ്രഞ്ച് ബുൾഡോഗിനെ വ്യത്യസ്തരാക്കുന്നത്. ഉരുണ്ടിരിക്കുന്ന ചെവികൾ നേരെ ഉയർന്നു തന്നെ നിൽക്കും. കനത്ത ഉടൽബലവും ഉറച്ച മാംസപേശികളുമുണ്ട് ബുൾഡോഗിന്. 2 വർഷം പ്രായമേ ആകുന്നുള്ളൂ. ആൺനായയ്ക്ക് ഡോൺ എന്നാണ് പേരിട്ടിരിക്കുന്നത്. കെന്നൽ ക്ലബ് രജിസ്ട്രേഷനുണ്ട് ഡോണിന്. കളറിലും അവർ വ്യത്യസ്തരാണ്. ബ്രിണ്ടിൽ എന്നാണ്
ഈ പ്രത്യേക നിറത്തിന്റെ പേര്. സ്വർണവും കറുപ്പുമൊക്കെ പതിയെ ഇഴുകിച്ചേരുന്നതാണ് ബ്രിൻഡിൽ നിറം. രാവിലെ സ്നാക്സായി പെല്ലറ്റുകളും ഉച്ചയ്ക്ക് ചോറും ചിക്കനും ക്യാരറ്റും മത്തങ്ങയുമൊക്കെയാണ് ബുൾഡോഗിന് നൽകാറ്. വൈകിട്ട് ചിക്കനും പച്ചക്കറികളും ചേർന്ന ആർഭാടവും. ബുൾഡോഗായ ഡോണിന് കൂട്ടായി ബെല്ലയുണ്ട്. 4 വയസ്സുകാരിയാണ് ബെല്ല. ഉരുണ്ട വൃത്തച്ചെവികൾ അവൾക്കുമുണ്ട്. ഡോണിനേക്കാൾ ശൗര്യമുണ്ട് ബെല്ലയ്ക്ക്. ഉത്സാഹ കൂടുതലുള്ള ബെല്ല ഒരിക്കലും അടങ്ങി നിൽക്കില്ല. അഖിലിന്റെ മടിയിൽ ഉരുണ്ടും കളിച്ചുമൊക്കെ അവൾ അന്തരീക്ഷമാകെ ഉല്ലാസഭരിതമാക്കും. 10 കിലോ ഭാരമുണ്ട് ബെല്ലയ്ക്ക്. പൂർണ്ണ വെള്ള നിറമുള്ള ബെല്ലയ്ക്ക് വീട്ടിൽ എല്ലാവരോടും കളിക്കുവാൻ ഇഷ്ടമാണ്. ഇപ്പോൾ വരുന്നത് യഥാർത്ഥ ടിബറ്റൻ നായയാണ്, ഷിറ്റ്സു. ടിബറ്റിൽ പെക്കിംഗീസും ലാസാക്സോയും തമ്മിലുള്ള സങ്കരത്താൽ വികസിപ്പിച്ച ഇനം. ഇന്ന് ലോകമെമ്പാടും പ്രിയ അരുമയാണ് ഷിറ്റ്സു. മെലഡി എന്നാണ് പത്മതീർത്ഥത്തിൽ ഷിറ്റ്സുവിന്റെ പേര്. 1.5 വയസ്സ് പ്രായമുള്ള പെണ്ണായ. മകളായ സൈരന്ധ്രിയോടാണ് കളിയത്രയും. അവളെ എടുത്തും തോളിലിട്ടും ഓമനിച്ചും തടവിയുമൊക്കെ സൈരന്ധ്രി ഒപ്പമുണ്ട്. ഇരുണ്ട തവിട്ട് നിറമാണ് ഷിറ്റ്സുവിന്. നിവർന്നു നിന്നാൽ 26 സെന്റിമീറ്റർ ഉയരം. 7 കിലോയോളം ഭാരം വരുന്ന ഷിറ്റ്സു ടിബറ്റുകാരുടെ പ്രിയപുത്രിയാണ്. ചിപ്പിപ്പാറയെ അങ്ങനെ അകറ്റി നിർത്താൻ വരട്ടെ. ഇന്ത്യൻ സൈറ്റ് ഹൗണ്ടിലെ ഏറ്റവും ബുദ്ധിശാലിയായ നായയാണ് തമിഴ്നാട്ടുകാരനായ ചിപ്പിപ്പാറ. ചിപ്പിപ്പാറയിൽ ഭീം പത്മതീർത്ഥത്തിലുണ്ട്. 2 വയസ്സ് പ്രായമുള്ള ആൺനായയാണ് ഭീം. നീണ്ട കോലുപോലുള്ള കാലുകളും മെലിഞ്ഞ ശരീരവും ഒതുങ്ങിയ അരവയറുമൊക്കെയാണ് ചിപ്പിപ്പാറയുടെ ലക്ഷണങ്ങൾ. അരിവാൾ പോലെ താഴോട്ട് നീങ്ങി വളഞ്ഞ് മുകളിലേക്കുയരുന്ന വാലാണ് പ്രധാന ലക്ഷണം. ഏറ്റവും ഒതുക്കവും അനുസരണയുമുള്ള നായയാണ് ചിപ്പിപ്പാറ. നന്നായി പരിശീലിപ്പിച്ചാൽ നന്നായി ഇണക്കിയെടുക്കാവുന്ന ഇനം. ചിപ്പിപ്പാറയിലെ പ്രധാന വർണ്ണമാണ് കന്നി. കറുപ്പും കാട്ടുതേനിന്റെ നിറവും ചേർന്നതാണ് ഈ മാതൃക. ചിപ്പിപ്പാറയിലെ പ്രധാന വർണ്ണവും കന്നി തന്നെ. കാലിലും മുഖത്തുമൊക്കെ കറുപ്പും കാട്ടുതേനിന്റെ നിറവും പടരും. ഭീമിന്റെ മകൾ കർമ്മയും അഖിലിന്റെ ഓമനയാണ്. ചിപ്പിപ്പാറയിലെ ചിപ്പി കളറാണ് കർമ്മ. 10 മാസം പ്രായമേ എത്തിയിട്ടുള്ളൂ കർമ്മയ്ക്ക്. ചിക്കനും ചോറും പച്ചക്കറിയുമൊക്കെയാണ് ഇഷ്ടമുള്ള ആഹാരം. എഴുന്നേറ്റ് നിന്നാൽ ഒരാൾ പൊക്കമുണ്ട് കർമ്മയ്ക്ക്. കൈകൾ രണ്ടും അഖിലിന്റെ തോളിൽ വെച്ച് അവൾ എഴുന്നേറ്റങ്ങനെ നിൽക്കും. അത് ഒരു ഗരിമയാണ്. ഏറ്റവും മികച്ച കാവൽക്കാരനാണ് കർമ്മയെന്ന് അഖിൽ പറയും. ഏറ്റവും കുറഞ്ഞ രോഗങ്ങളും ഏറ്റവും കൂടിയ ആരോഗ്യവുമാണ് കർമ്മ. ചിപ്പിപ്പാറയിൽ മറ്റൊരു വർണ്ണം കൂടിയുണ്ട്, കറുമ്പൈ. മുഖമാകെ പടരുന്ന ശ്യാമവർണ്ണം, ശരീരമാകെ ഇരുണ്ട തവിട്ട് നിറവും. 6 മാസം പ്രായമുള്ള കറുമ്പയ്ക്കും നല്ല പരിചരണമുണ്ട് പത്മതീർത്ഥത്തിൽ. പത്മതീർത്ഥത്തിലെ പറവകളുടെയും നായ്ക്കളുടെയും ഒക്കെ തോഴനായ ഡോക്ടർ അഖിൽ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം അഖിൽ. നമസ്കാരം. ഒരു വെറ്ററിനറി ഡോക്ടറായിരിക്കെ സ്വന്തം പ്രൊഫഷനോട് തന്നെ വലിയ കൂറുള്ള രീതിയിലാണ് ഇത്രയും ജീവജാലങ്ങളെ വീട്ടിനുള്ളിൽ തന്നെ വളർത്തുന്നത്. അതെ, ഇതൊക്കെ കാണുന്ന പ്രൊഫഷനിലുള്ള മറ്റാളുകൾ എന്താ പറയുക? നമ്മളല്ലെങ്കിൽ പിന്നെ ആരാണ് സാർ വളർത്തേണ്ടത്? അതെ, നമ്മൾ വെറ്റിനറിയൻസ് ആയിട്ട് നമ്മൾ തന്നെയാണ് ഇത് വളർത്തേണ്ടത്. കാരണം ഇതിനെ ഏറ്റവും കൂടുതൽ പരിചരിക്കാനും മാനേജ് ചെയ്യാനും പറ്റുന്നത് വെറ്റിനറിയൻസിനാണ്. കാരണം ഇതിൻ്റെ ചികിത്സിക്കാനായാലും അതിൻ്റെ മാനേജ്മെൻ്റ് ആയാലും എന്തായാലും അത് പറ്റുന്നത് ഏറ്റവും ബെസ്റ്റ് ആളുകൾ അതിൻ്റെ വെറ്റിനറിയൻസ് തന്നെയാണ്. സോ നമുക്കല്ലാതെ നമ്മളാണ് അതിൻ്റെ ഫസ്റ്റ് ചോയ്സ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊരു പാഷൻ കൊണ്ട് തുടങ്ങിയത്? അതെ സാർ, ഒബ്വിയസ്ലി എനിക്ക് മൃഗങ്ങളെ പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ക്രൈസ് എന്ന് തന്നെ പറയാം. നമുക്കിതൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ആദ്യമായിട്ട് പത്മതീർത്ഥത്തിലേക്ക് ഒരു പെറ്റ് വരുന്ന ഏതാണ്? അതിപ്പം എനിക്കൊരു 3 വയസ്സ് 4 വയസ്സുള്ളപ്പോൾ പണ്ടൊക്കെ ഈ ഗപ്പീസിനെയൊക്കെ പണ്ട് ഒരുപാട് വളർത്തുമായിരുന്നു. പിന്നെ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ വളരെ കുറവാണ്. ഡോഗ്സ് ഉണ്ടായിരുന്നു, അല്ലാതെ ബേർഡ്സ് ഒക്കെ വളരെ കുറവായിരുന്നു. പിന്നെ വെറ്ററിനറി പഠിക്കാൻ പോയി വന്നതിന് ശേഷം പിന്നെ എല്ലാത്തിനെയും വളർത്താൻ തുടങ്ങി. ബേർഡ്സ്, ഡോഗ്സ് എല്ലാം മതി. ഇപ്പം റീസെൻ്റായിട്ട് ഇപ്പോൾ ഫുള്ളായിട്ട് ഇപ്പം നമുക്ക് ടൈമുണ്ട് കുറച്ചൊക്കെ അതിന് നോക്കാനായിട്ട്. പിന്നെ ഇൻട്രസ്റ്റ് കൂടി, മുമ്പത്തേലുമുള്ള ഇൻട്രസ്റ്റ് കൂടി ഇപ്പോൾ. അപ്പോൾ പിന്നെ നമുക്കൊരു ടെൻഷൻ വരുമ്പം ഒരു ഹാഫ് ആൻ അവർ അതിൻ്റെ അടുത്ത് പോയിരുന്നാൽ ഏറ്റവും കൂടുതൽ റിലീവിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ അടുത്താണ്. കാരണം നമുക്ക് ഏറ്റവും സ്ട്രെസ് ഫ്രീ ആണ് നമ്മൾ മൃഗങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ, എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. സോ
അതാണ് ഏറ്റവും വലിയത്. പിന്നെ ഒരു സമാധാനം. ഒരു ദിവസം എത്ര നേരം ഡോക്ടർ അഖിൽ ഇതിനോട് ചിലവഴിക്കും? എങ്ങനെ പോയാലും ഒരു 1.5 hour 2 hours ഡെയിലി. ഒരേ കണ്ടിന്യൂസ് ആവണമെന്നില്ല, ഒരു മോർണിംഗ് ആൻഡ് ഈവനിങ് ഞാൻ സ്പെൻഡ് ചെയ്യും. കാരണം രാവിലെ പോകുമ്പം വരെ എല്ലാം ഒന്ന് ബേഡ്സിനെ എല്ലാം ഫീഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഡോഗ്സിനെ ഇവിടെ നമ്മുടെ ചേച്ചിയുണ്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി. കാരണം എനിക്ക് ഉച്ചയ്ക്ക് വന്ന് ചെയ്യാൻ പറ്റില്ല, കാരണം ഓഫീസിൻ്റെ തിരക്കുകൾ കാരണം. വൈകിട്ട് വന്ന് ഞാനാണ് ഡോഗ്സിനെ എല്ലാം ഫീഡ് ചെയ്യുന്നത്. പിന്നെ ഈവനിങ് വന്ന് ബേഡ്സിനെ എല്ലാം നെസ്റ്റും എല്ലാം വന്ന് ഞാൻ നോക്കും. കാരണം കുഞ്ഞുങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇരിപ്പുണ്ടോ എല്ലാം വന്നുണ്ടോ എല്ലാം വന്നൊരു 1 hour ഈവനിങ് നോക്കും ഞാൻ. അത് മിസ്സാക്കാറില്ല. വീടിൻ്റെ ഉമ്മറത്ത് തന്നെ ഒന്നാം തരം കിളിക്കൂടുണ്ട്. വൈറ്റ് ബ്രസ്റ്റഡ് മുനെ എന്ന പക്ഷിയാണ് അവിടെ കൂടുകൂട്ടിയിരിക്കുന്നത്. അടയിരുന്ന് മുട്ടകൾ വിരിപ്പിച്ച് അവൾ അന്തരീക്ഷത്തിലേക്ക് പറത്തിവിട്ട പക്ഷികൾ എത്ര! ഈ വീട്ടിൽ തന്നെ വരുമ്പോൾ നമ്മളെ ആദ്യം തന്നെ വരവേൽക്കുന്നത് ചെറിയ മൈനകൾ കൂടുകിട്ടിയിരിക്കുന്ന ഒരു പന്നൽച്ചെടി, അല്ലെങ്കിൽ അത് അതിനുവേണ്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന പോലെ തോന്നും. തനിയെ വന്ന് കയറിയതാണ്. തന്നെ ഒരു 2 years ആയി അത് ഒരു വൈറ്റ് ബ്രസ്റ്റഡ് മുനിയ അത് വന്നിരുന്നു. പിന്നെ ഞങ്ങളിവിടെ ആരും ശല്യം ചെയ്യത്തില്ല അതിനെ. പിന്നെ ആ ഫേണിനകത്ത് ആകപ്പാടെ ഞങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കും മാക്സിമം അത് ചെയ്യുന്നത്. ഒരു വളമിടാൻ പോലും അതിനകത്ത് പറ്റുന്നില്ല. പക്ഷേ നല്ലൊരു നെസ്റ്റ് ഉണ്ടാക്കി അതിരിക്കൊണ്ട് ശല്യം ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നൊരു 10-100 കിളിക്കുഞ്ഞുങ്ങൾക്ക് മേലെ ജനിച്ച് അതിന് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് അതിനെൻ്റെ വീട് മനസ്സിലായി. മനസ്സിലായി. അരുമകളുടെ മറ്റൊരു നിര വന്നു. അറപ്പോ വെറുപ്പോ ഇല്ല, പൊതുവെ ഓമനകളായ വാൾ പൈത്തൻ. ആഫ്രിക്കക്കാരാണ് വാൾ പൈത്തൻ എന്ന ഓമനകൾ. 2 ഇനമുണ്ട് ഇവരിൽ, റോയൽ വാൾ പൈത്തനും ലൂസി. ലൂസി പൂർണ്ണമായും വെള്ള നിറമാണ്. റോയൽ ബാളാകട്ടെ സ്വർണവും കറുപ്പും കലർന്നതാണ്. എപ്പോഴും ചൂട് വേണം എന്നതാണ് വാൾ പൈത്തന്റെ പ്രത്യേകത. അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിച്ച് അവയ്ക്ക് ചൂട് നൽകാൻ അഖിലുണ്ട്. ആഴ്ചയിലൊരിക്കൽ ജീവനുള്ള എലിയാണ് ഭക്ഷണം. എലിയെ തന്നെ അസുഖമൊന്നുമില്ല എന്ന പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് നൽകാറ്. ചെറിയ ചൂടുള്ള വെള്ളം അടുത്ത് വെച്ചിരിക്കണം. അവിടേക്ക് ശരീരം ഊർന്നിറക്കി വെള്ളം അകത്തേക്ക് വലിച്ചാണ് ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുക. ലോകമെമ്പാടും ആരാധകരുണ്ട് വാൾ പൈത്തന്. കണ്ടാൽ ചിലർക്കൊക്കെ ഒരു അതിർത്തി തോന്നുമെങ്കിലും സ്നേഹിച്ചാൽ ഇവർ ഓമനകൾ തന്നെ. വിഷമേയില്ലാത്ത വിഭാഗം പാമ്പുകളാണ് വാൾ പൈത്തൻ. വർഷത്തിൽ 2 പ്രാവശ്യം പടം പൊഴിക്കുന്ന സ്വഭാവം വാൾ പൈത്തനുണ്ട്. ലൂസി ഇപ്പോൾ തന്നെ പടം പൊഴിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ അടയാളമായി നേർത്ത ചെതുമ്പലുകൾ ദേഹമാകെ കാണാം. എന്നാൽ ഇതിൻ്റെ ഈ ബ്രീഡിംഗ് ഒക്കെ എങ്ങനെയാണ് വഴങ്ങിയത്? പ്രത്യേകിച്ചും മക്കാവുണ്ട്, അതോടൊപ്പം തന്നെ കൊക്കറ്റും ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് വഴങ്ങി? സാർ, അതെന്ന് വെച്ചാൽ നമുക്ക് AV കൾച്ചർ അസോസിയേഷൻ നമ്മുടെ കേരളത്തിൽ നല്ല ആക്റ്റീവാണ്. പിന്നെ അവർ വെബിനാർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ആസ് എ വെറ്റിനറിയൻ എനിക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവർ കൂടുതലായിട്ടുള്ള സയൻറ്റിഫിക് കാര്യങ്ങൾ പെട്ടെന്നായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡിസീസ് ആയാലും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സ്വന്തമായിട്ട് വളർത്തുമ്പോഴായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഇതിൽ അറിയാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ സ്വന്തം സാധനം ഒരിക്കലും നഷ്ടപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കില്ല. അപ്പോൾ നമ്മളത് കൂടുതലായിട്ട് അത് പഠിക്കും, കൂടുതൽ ബുക്കുകൾ വായിക്കുകയും കൂടുതൽ പഠിക്കാനും ശ്രമിക്കും. പിന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റാണ് സാർ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇതിനെ നമുക്ക് ഫീഡിങ്ങിലൂടെ തന്നെ നമുക്ക് ഒരു പരിധി വരെ എല്ലാം നമുക്ക് ശരിയാക്കാൻ പറ്റും. കാരണം മഴ സമയങ്ങളിലാണെങ്കിൽ നമ്മൾ വെറ്റ് ഫുഡുകൾ കൊടുക്കുക, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഡ്രൈ ഫുഡുകൾ മാക്സിമം കൊടുക്കുക. പിന്നെ ഈ ചൂട് സമയത്ത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതലായി ആഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ഒരു മാനേജ്മെൻറ്റ്. പിന്നെ ഹൈജീൻ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക, കൂടെ എപ്പോഴും ഹൈജീൻ ആയിരിക്കണം. ഈ ടിക്സ്, ഫ്ലീസ്, മൈറ്റ്സ് തുടങ്ങിയതിനെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനുള്ള മരുന്നുകൾ ഉപയോഗിക്കുക. പിന്നെ എപ്പോഴും ക്വാളിറ്റി ആയിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കുക. ഇതൊക്കെയാണെങ്കിൽ ഈ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഏവിയറി സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ചെയ്ത് കണ്ടില്ല. ഏവിയറി സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ സാർ, ഞാനിപ്പം താമസിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് സ്പേസിൻ്റെ ഒരു പ്രശ്നം നമുക്കിവിടെ വളരെ ഇതായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ ഇവിടെ വീടിന് പഴയൊരു വീടുണ്ട്. ആ വീടിനകത്താണ് ഞാൻ കൂടുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഏവിയറി ആയിട്ട് സെറ്റ് ചെയ്ത് വെളിയിൽ വെച്ച് കഴിയാനുള്ള അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുടുംബത്ത് എനിക്കിവിടെ 2 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ കുടുംബം. അപ്പം ഞങ്ങളിപ്പോൾ അവിടെ ഒരു വീട് പണിയാൻ പോവുകയാണ്. അപ്പം സ്പെഷ്യലി ബേഡ്സിനായിട്ടൊരു ഏരിയ തന്നെ മാറ്റുവാണ്. അത് ഉറപ്പായിട്ടും അതൊരു ഓപ്പൺ ഏവിയറി ഉറപ്പായിട്ടും പണിയും. അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രത്യേക ബ്രീഡിംഗ് സെക്ഷനും പണിയും. ഇപ്പോൾ ആരെങ്കിലും ഇത് മോഹിച്ച് എനിക്കൊരു ബ്രീഡിനെ വേണം, അല്ലെങ്കിൽ ഇന്നൊരു ബേഡിനെ വേണം എന്ന് പറഞ്ഞ് വന്നാൽ കൊടുക്കത്തില്ല? അത് എൻ്റെ പെറ്റാണെങ്കിൽ കൊടുക്കത്തില്ല. സോ അത് ബ്രീഡായി കിടക്കുന്ന വല്ല കുഞ്ഞുങ്ങളും വല്ലതും ഉണ്ടാക്കി കൊടുക്കും. അല്ലാതെ ഞാൻ സ്നേഹിച്ച് വളർത്തുന്നവർ ഒരിക്കലും ഞാൻ ഇനിയിപ്പോൾ എന്താന്ന് പറഞ്ഞാലും കൊടുക്കത്തില്ല. ഇപ്പോൾ ഈ നാളിതുവരെയുള്ള ഒരു അനുഭവത്തിൽ നിന്ന്, ഇപ്പം 3ാമത്തെ വയസ്സ് മുതൽ ഗപ്പിയുമായി ആരംഭിച്ച പ്രണയമാണ്. ഈ നാളിതുവരെയുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഡോക്ടർ അഖിൽ പഠിച്ചൊരു പാഠം എന്താ?
എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സ്നേഹിച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിത്തൗട്ട് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ലവ് കിട്ടുന്നത് ആനിമൽസിൻ്റെ അടുത്ത് നല്ലതാണ്. മനുഷ്യരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടും, ഒബ്വിയസ്ലി നമ്മുടെ പേരൻസ് ആയാലും നമ്മുടെ വൈഫായാലും ലവ് ഉണ്ട്. പക്ഷേ ഒരു അൺകണ്ടീഷണൽ ലവ് നമ്മളിപ്പം അവർക്ക് എന്ത് കൊടുക്കുന്നു അതാണ് അവർക്ക് അൺകണ്ടീഷണൽ ലവ് ആണ് അവരുടെ. അതിനപ്പുറത്തോട്ടൊന്നും എനിക്ക് വേറെ ഒന്നുമില്ല. ദേ ആർ ദ ബെസ്റ്റ്. ഇപ്പോൾ പഠിക്കാനായി ഇപ്പോൾ നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രേക്ഷകരുണ്ട്. അപ്പോൾ ഒരാൾ ആവശ്യപ്പെട്ട് വരുവാണ്, എനിക്ക് ഇന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞാൽ അതിനൊരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ഒബ്വിയസ്ലി നമുക്ക് ഉറപ്പായിട്ടും അതിനെക്കുറിച്ചുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും പറഞ്ഞു കൊടുക്കുന്നതിന് നോ ഇഷ്യൂസ്. അത് എന്ത് വേണമെങ്കിലും, എന്ത് ഡൗട്ടും, ബേർഡ്സിന് സംബന്ധമായ എന്ത് ഡൗട്ടും എനിക്കറിയാവുന്ന എന്തും ഞാൻ പറഞ്ഞു കൊടുക്കുക. ഡോഗ്സിന് സംബന്ധമായാലും എന്തും പറഞ്ഞു കൊടുക്കാം, അതിനൊരു ഇഷ്യൂ ഇല്ല. അരുമപ്രപഞ്ചത്തിലെ ഉയർച്ചയും താഴ്ചയുമൊക്കെ സ്വന്തം കൈവെള്ള പോലെ ഹൃദിസ്ഥമാണ് അഖിലിന്. ഓരോ അരുമകളും വ്യത്യസ്തമാണ്. എല്ലാവരും ഉപാധിരഹിത സ്നേഹം നൽകുന്നവർ. അരുമപ്രപഞ്ചം വിശാലമായ ഒരു ചക്രവാളമാണ്. അതിലേക്ക് ഊളിയിട്ടിറങ്ങിയാൽ സ്നേഹത്തിന്റെ വില മനസ്സിലാകും. അഖിലും അഞ്ജനയും അവർക്ക് കൂട്ടായി ഒപ്പമുണ്ട്. പറവകൾക്കും അരുമകൾക്കുമൊക്കെ മികച്ച ഭക്ഷണം തന്നെ നൽകണം എന്ന നിർബന്ധമുണ്ട് പത്മതീർത്ഥത്തിൽ. ആപ്പിൾ, ഓറഞ്ച്, ധാന്യപ്പൊടികൾ, പെല്ലറ്റുകൾ ഇവയെല്ലാം കൃത്യമായി സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് തന്നെയാണ് തീറ്റ തയ്യാറാക്കൽ. ഭാര്യ അഞ്ജനയും മകൾ സൈരന്ദ്രിയുമൊക്കെ അഖിലിനോടൊപ്പമുണ്ട്. എല്ലാത്തിനും കാവലാളായി ഒരാൾ കൂടി പത്മതീർത്ഥത്തിലുണ്ട്. 17 വയസ്സ് പ്രായമുള്ള ലുട്ടാപ്പി. നാടൻ നായയെ തെരുവിൽ നിന്ന് കിട്ടിയതാണ്. അഖിൽ അതിനെ ഓമനിച്ച് വളർത്തി. വർഷം 17 ആകുന്നു. ഇന്നും ആരോഗ്യത്തിന് ഇടിവൊന്നും വന്നിട്ടില്ല. തവിട്ടും വെള്ളയും ചേർന്ന വർണ്ണക്കാരനായ ലുട്ടാപ്പിക്ക് വീട്ടിൽ എല്ലാവരോടും പ്രിയമാണ്. എല്ലാവരുടെയും ഓമനയുമാണ് ലുട്ടാപ്പി. സ്നേഹത്തിന്റെ സ്വരവ്യഞ്ജനങ്ങൾ കേട്ടു. അഖിലിനോടും അഞ്ജനയോടും ഒപ്പം നടന്നു. അരുമലോകത്തെക്കുറിച്ച് അഖിൽ മനസ്സ് തുറന്നു. പെറ്റ്സുമായിട്ടുള്ള അരുമമൃഗങ്ങളും പക്ഷികളുമായിട്ടുള്ള ഈ ബന്ധം വെച്ചുകൊണ്ട് ഇക്കാലത്തെ വലിയൊരു മോഹം അഖിലിൻ്റെ മനസ്സിലുണ്ടാവും. ഇന്നൊരു പെറ്റിനെ കൂടി കിട്ടിയിരുന്നെങ്കിൽ. ഒബ്വിയസ്ലി അതുകൊണ്ട് ഇല്ലെന്നില്ല. എനിക്ക് വളർത്താൻ ഏറ്റവും ഞാൻ വളർത്താൻ ഇഷ്ടപ്പെടുന്ന കുതിരയെ വളർത്തുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പിന്നെ നമ്മുടെ സാഹചര്യത്തിൽ അത് പറ്റില്ല, ഒന്നും നടക്കത്തില്ല. അത് പിന്നെ കരുത്തിനോടാണ് പ്രണയം. കുതിര വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര അതും നമ്മുടെ സാധാ ഒരു പോണിയൊന്നുമല്ല, ലൈക്ക് സ്റ്റാലിയൻ, ഒരു പ്രോപ്പർ സ്റ്റാലിയൻ. കാരണം കണ്ടാൽ രണ്ടുപേരും നോക്കുന്ന ടൈപ്പിലുള്ള ഒരു സ്റ്റാലിയൻ വളർത്തണമെന്നൊരാഗ്രഹമുണ്ട്. 100% എപ്പോഴെങ്കിലും സാധിക്കും ഉറപ്പായിട്ടും. ഞാൻ ഇതുവരെ എന്തൊക്കെ പെറ്റ്സിനെ വളർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അറ്റ് പ്രസന്റ് എല്ലാത്തിനും ഞാൻ വളർത്തിയിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ അപ്പം വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും സാഹചര്യം അനുസരിച്ച് ഞാൻ അതിനെ സ്വന്തമാക്കിയിട്ടുണ്ട്. കയ്യിൽ വഴങ്ങിയിട്ടില്ല എന്ന് തോന്നിയൊരു പെറ്റേതാ? അങ്ങനെയൊന്നുമില്ല, ഏതിനെ വേണമെങ്കിലും വഴക്കിയെടുക്കും നമ്മൾ. ഇപ്പം ടെഗു ഉണ്ട്, സ്പൈഡർ ഉണ്ട്, അങ്ങനെ ഇല്ല എല്ലാം അത് എന്തുമായാലും നമ്മൾ നമുക്ക് അങ്ങനൊന്നുമില്ല. എന്ത് ആനിമലായാലും ആനിമൽസ്, ദാറ്റ്സ് ഓൾ. ഇവ ആഫ്രിക്കൻ ബോൾ പൈത്തൺ സാധാരണ ഇതിൽ വളരെ പെട്ടെന്ന് അങ്ങനെ അടുപ്പൊന്നും ഉണ്ടാവില്ല ഈ പമ്പുകളുമായിട്ടൊന്നും. അപ്പോൾ എങ്ങനെയായിരുന്നു അത് വന്നത്? അതുപോലെ പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഈ ഒരു ദിവസം ഞാൻ വാട്സപ്പ് കൂട്ടായ്മയിൽ ഇത് വീഡിയോ കണ്ടായിരുന്നു, ഇങ്ങനെ കൊടുക്കാനുണ്ടെന്ന്. അപ്പം ഒരു സ്പാർക്ക് ഇങ്ങനെ തോന്നി, എന്നാൽ ഒരെണ്ണം വാങ്ങിച്ചാൽ എന്താണ്. അപ്പം അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചപ്പോൾ പിന്നെയും ഒരാഗ്രഹം ഒരെണ്ണം വാങ്ങിക്കാം. ഈ പരിസരവാസികളൊക്കെ ഒരുപക്ഷെ കരുതുന്നുണ്ടോ പാമ്പുകളുള്ള വീട്? ആർക്കും അറിയില്ല, ആർക്കും അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്നു. ആർക്കും അറിയില്ല, അതുകൊണ്ട് അവസാനം ഒരു ചോദ്യം, അഖിലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ എന്ന് വെച്ചാൽ ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് കരുനാഗപ്പള്ളിയിലാണ്. എൻ്റെ സ്വന്തമായിട്ടൊരു ഫേമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ അത് വൃത്തിയായിട്ട് നടത്തുക, അതിൻ്റെ കൂടെ തന്നെ എൻ്റെ പാഷനും, 2 പാഷനും ഒരുപോലെ കൊണ്ട്, മൃഗങ്ങളെ വളർത്തുക എന്നൊരു പാഷനും എൻ്റെ വർക്ക് ചെയ്യുക എന്നുള്ളൊരു പാഷനും ഒരുപോലെ ഈക്വലി പാരലായിട്ട് കൊണ്ടുപോകുന്ന ആളാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം മിക്കവർക്കും സമയം കിട്ടാത്തത് കാരണം പാഷൻ കാണും ചിലപ്പോൾ ഉള്ളിൽ, അത് എക്സ്പ്രസ് ചെയ്യാൻ പലർക്കും കഴിയാറില്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ വർക്കും എൻ്റെ പാഷനും രണ്ടും കൂടെ ഈക്വലായിട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം.
ഉപാധിരഹിത സ്നേഹത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: അരുമകൾ. ആ സ്നേഹത്തിരയുടെ കാഴ്ചകളാണ് പത്മതീർത്ഥത്തിൽ കാണുന്നത്. നേരാം ഭാവുകങ്ങൾ.